വോട്ട് ചോറി റൈസ് യുവർ വോയിസ് ബ്രദർ. വോട്ട് ചോറിയോ? വോട്ട് ചൊറി What story is about the current issue going on about the election commission? Nothing to discuss here about. Okay, election commission വോട്ട് ചൊറി വോട്ട് കട്ടാണ്, വോട്ട് ചോറ് അങ്ങനത്തെ എന്തോ ഒരു വിഷയപ്പുണ്ട്. അതായത് സ്ഥാനാർത്ഥികൾ വോട്ട് കള്ളവോട്ട് ഇതാക്കിയിട്ടുണ്ടോ പണ്ട് ഇതല്ലേ നമ്മള് സംസാരിക്കുന്നത്. ഫേസ്ബുക്ക് കാര്യങ്ങൾ ഇവനറിയാം. ഇവിടെ ഫിറ്റാതൊരു മെമ്പർ അല്ല, ഇവിടെ ഫിറ്റാതൊരു മെമ്പർ. പി എന്ന് പറയുന്ന നിഹാദ് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് സ്ട്രീമിങ്ങിനിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതായത് തന്റെ ഫോളോവേഴ്സിനെ തൃപ്തിപ്പെടുത്താനും തന്റെ നിലപാടുകൾ പരസ്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഫോളോവേഴ്സിൽ ഇസ്രായേൽ സപ്പോർട്ട് ഉള്ള ആളുകൾ ഉണ്ടാവാം എന്ന കാരണം കൊണ്ട് നിലപാട് പറയാൻ മടിക്കുന്ന തൊപ്പിയെ കണ്ടപ്പോൾ സത്യത്തിൽ വല്ലാത്ത പുച്ഛം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ചെയ്തതും പറഞ്ഞതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവ മാപ്പും ക്ഷമയും ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതായത് എല്ലാ വ്ളോഗേഴ്സിനെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരെയും നമ്മുടെ കൺമുന്നിലിരുന്ന വീഡിയോസൊക്കെ പരമാവധി വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരെയും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും കൺമുന്നിൽ കാണുന്ന പലതും ഞാൻ വീക്ഷിക്കാറുണ്ട്. അത് ഫാമിലി വ്ളോഗേഴ്സ് ആയാൽ പോലും എന്റെ കൺമുന്നിൽ വരുന്ന വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പുതിയ ചിലപ്പോൾ എന്തെങ്കിലും ചില വിവാദങ്ങളോ അവരുടെ ഫാമിലി മാറ്റേഴ്സ് ആയാൽ പോലും വീഡിയോസ് മുന്നിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരുടെ ലോകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് വ്ളോഗേഴ്സിന്റെ പിറകിൽ മാത്രം സഞ്ചരിക്കുന്ന അവരുടെ ഒരു ഫാനായിട്ട് മാറിയിട്ട് അവരെന്ത് പറയുന്നോ അവരിലൂടെ എന്ത് കിട്ടുന്നതോ അത് മാത്രം കണ്ട് വളരുന്നു, അതിൽ മാത്രം അകപ്പെട്ട് അതിൽ മാത്രം മൈൻഡ് മൂടപ്പെട്ടു പോയ ഒരു തലമുറയായിട്ട് ഇപ്പോഴത്തെ കുറച്ച് ജനറേഷൻ മാറുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചോ? ഈ വീഡിയോയിൽ തൊപ്പിയെന്ന് പറയുന്നത് വോട്ട് ചോരിയെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ വോട്ട് ചോരി എന്താണെന്ന് അറിയുന്ന ഒരേയൊരു ചെറുപ്പക്കാരൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒരാളായിട്ടാണ് അവനെ പറ്റി അവതരിപ്പിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൽ വീക്ഷിക്കുന്ന ആൾ, ഫേസ്ബുക്കിലെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ, അതായത് അതൊക്കെ അമ്മാവന്മാർ, അതൊക്കെ ഓൾഡ് ജനറേഷൻ ഫേസ്ബുക്കും ചുറ്റിൽ നടക്കുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങളും നമ്മുടെ ചുറ്റോട്ട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നവരെ ഒരു തന്തവൈബുള്ള പോലായിട്ട് മാറ്റുകയും ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന എല്ലാ പൊട്ടത്തരങ്ങളും എല്ലാ അപക്വമായ വ്ളോഗർമാരുടെ കോപ്രായത്തരങ്ങളും അതൊക്കെ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്ന രൂപത്തിലേക്ക് ഒരു തരംതിരിവായിട്ട് മാറ്റപ്പെടുന്ന സാഹചര്യം കാണുന്നത്. ഇത് വളരെ അപകടമാണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, അത് കേട്ടോ. നിന്റെ ഈ പോത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ ആട്ടുംകൂട്ടുണ്ട്. ഇതെന്താ സംഭവം അറിയോ? ഈ പറയുന്ന തൊപ്പിയും വേറൊരു ഗ്യാങ്, ഒരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചങ്ങായിണ്ട്, അവരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമായി, അത് തെറിവിളിയായി, പരസ്പരം വാക്ക് തർക്കങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും രണ്ട് ലെവലിൽ ലൈവ് ചെയ്തുകൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഇവരുടെ ഫാൻസ് എന്താണോ ഫോളോവേഴ്സ് നിൽക്കുന്നത്, ഈ ചെറിയ മക്കളെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടോട് റീച്ച് കിട്ടാൻ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടികളെ ശരിക്കും ചേർക്കാം. തൊപ്പിയെ തൊട്ട് കളിച്ചാൽ അങ്ങനെ ആക്കോട്ടോ ഇങ്ങനെ ആക്കോട്ടോ എന്നിട്ട് ആ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന. അതായത് ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവാണ് ഈ ജനറേഷൻ എന്നാണ് ഞാൻ പറയേണ്ട അർത്ഥം. വോട്ട് ജോലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയുന്ന ഒരാളെ തന്തവൈബാക്കിയിട്ട് ഫേസ്ബുക്ക് ഫോളോവേഴ്സാക്കി മാറ്റുക, ആ കൂട്ടത്തിൽ പെടാത്ത ഒരാളായിട്ട് അവതരിപ്പിക്കുക. എന്താണ് വോട്ട് ചോരി? ഈ രാജ്യത്ത് നടക്കേണ്ട ജനാധിപത്യ രൂപത്തിൽ നടക്കേണ്ട ഒരു ഭരണകൂട സംവിധാനം കള്ള വോട്ടുണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന അതിഭയാനകമായ ഒരു സംഭവത്തെയാണ് ഇത്ര നിസ്സാരപരമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് പുതിയ ജനറേഷൻ ഫോളോവേഴ്സ് എന്ന ലെവലിൽ അവരുടെ ഫാൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ജനറേഷനിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ചുറ്റും നടക്കുന്ന ഒന്നിനെ കുറിച്ചും അറിയണ്ട, അവരൊന്നിനെ കുറിച്ചും മനസ്സിലാക്കുന്നില്ല, അവരൊന്നിനെ കുറിച്ചും പഠിക്കുന്നില്ല. അവരറിയുന്നുണ്ട്, ഈ വ്ളോഗർമാർ തമ്മിലുള്ള വാക്ക് തർക്കം അറിയുന്നുണ്ട്, അവർ തമ്മിലുള്ള തെരുവുകളെ കുറിച്ച് അറിയുന്നുണ്ട്. അതിലൊരു പക്ഷം ചേർന്നുകൊണ്ട് മറുപക്ഷത്തിനെതിരെ ഇതുപോലുള്ള ചെറിയ മക്കൾ പോലും വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷന്റെ ബുദ്ധി ഏത് തരത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ തൊപ്പിയുടെ ലൈവ് എന്താണ് നിങ്ങൾക്കറിയോ? ഞാൻ ഇപ്പൊ അടുത്ത 1-2 ആൾക്കാരോട് ചോദിച്ചത് എന്താണ് സംഭവം. തൊപ്പി ലൈവിൽ വരും, ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ലൈവിൽ പൈസ അയച്ചു കൊടുക്കുക ആൾക്കാർ, ഈ കുട്ടികളൊക്കെ പൈസ അയച്ചു കൊടുക്കുക. അപ്പൊ ഒരാൾ 500 അയച്ചു കൊടുത്താൽ, 1000 അയച്ചു കൊടുത്താൽ ആ അയച്ചു കൊടുത്തവന്റെ പേര് വായിക്കുമ്പോൾ ഇന്നലെ പൈസ അയച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ പേര് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് തിരുമ്പോ പൈസ ഒക്കെ കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ അറിഞ്ഞോ, എനിക്ക് എന്റെ ശരീരത്തെ കുറിച്ച് അറിയില്ല, എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞതാ എന്താണ് ഇവന്റെ ലൈവോട് ഉദ്ദേശിക്കുന്നത്. അവനൊരു മണിക്കൂർ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ 10, 50,000, 60,000, 70,000, 80,000 രൂപകൾ കിട്ടുന്നത്രേ. ചിലപ്പോൾ 1 ലക്ഷം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്, ഞാനൊരു ലൈവിലാണ് സംസാരിക്കുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്റെ കൂടെ കുറച്ച് ഗ്യാങ് ഉണ്ടെങ്കിൽ ഈ ഗ്യാങ്ങിന്റെ കൂടെ ഞാൻ നിൽക്കുകയോ കോപ്രായത്തിൽ കളിക്കുക, അവന്റെ കൂടെയുള്ള ഗ്യാങ്ങുകൾ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെ ശ്രീലങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടെന്നറിയോ? എത്ര വൃത്തികെട്ട രൂപത്തിൽ എനിക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല. അത്ര വൃത്തികെട്ട തെറികളൊക്കെ വിളിക്കുന്ന ഇവരുടെ ലൈവിനെയാണ് ഈ പുതിയ കുട്ടികളൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ, അതുപോലുള്ള മക്കൾ കാണുന്നത് ഇവരെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസാണ്. ഈ കുട്ടികൾ തെറി പഠിക്കാനും ഈ കുട്ടികൾ ഒന്ന് പറഞ്ഞ രണ്ടാമത് ചീത്ത വിളിക്കാനും കാരണമാകാൻ ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാരണമാകുന്നുണ്ടാവും.
കാരണം അവരുടെ മെമ്മറിയിലേക്ക് ഇതാണ് പതിഞ്ഞു പോകുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ മക്കൾ വളരേണ്ടത്? നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ബോധമില്ല. പത്രവായന ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചില്ല. ചുറ്റും നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചോ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചോ ഒന്നും ഇവർ അറിയുന്നില്ല. ഇവർക്ക് അറിയാം, എല്ലാ ബ്ലോഗർമാരെയും പേരറിയാം. ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരുടെ ഭാര്യമാരുടെ പേരും അവരുടെ പ്രസവവും, ഭാര്യ ഗർഭിണിയായാൽ പ്രസവം കഴിയുന്നവരെ ഇവർ എപ്പിസോഡായിട്ട് ഇവർ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യുമ്പോൾ ഇവർ സീരിയൽ കാണുന്ന ആൾക്കാരായിട്ട് മാറുക. പിന്നീട് കുറച്ച് റീച്ച് പറയുമ്പോൾ ഭാര്യയുടെ തെറ്റിയെന്ന് പറഞ്ഞിട്ട് ഈ ഫാമിലി വ്ലോഗർമാർ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കും. അത് ഇവർക്കിടയിൽ ചർച്ച ചെയ്യും. ആർക്കടിയിൽ, ഈ കാഴ്ചക്കാർക്കിടയിൽ, ഇതുപോലുള്ള ജനറേഷനിടയിൽ അവർ പരസ്പരം ഏതെങ്കിലും ഒരു പക്ഷം കൂടി സംസാരിക്കും. കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ എന്തോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ വാർത്തയ്ക്ക് താഴെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയില്ലേ? അതേപോലെ ഇവന്റെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും കുടുംബ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഇവരൊക്കെ വളരെ ആധികാരികമായിട്ട് ചെയ്യുന്ന കമന്റ് ഒക്കെ കാണും. അപ്പൊ ഈ ലെവലിലേക്ക് ജനറേഷന്റെ ബോധം ചുരുങ്ങിപ്പോവാണ്. അരാഷ്ട്രീയ ചിന്തയിലേക്ക് ഇവരൊക്കെ മാറിപ്പോവാണ്. അതിന് ഇതുപോലുള്ള വ്ളോഗർമാരുടെ വീഡിയോസിലേക്ക് മാത്രം അഡിക്റ്റ് ആയിട്ട് അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സമൂഹമായിട്ട് മാറിയാണ്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ, എന്നെ തൊലിയുരിഞ്ഞു പോകാന്ന് പറഞ്ഞിട്ടില്ലേ, ഈ പറഞ്ഞ തൊപ്പിയും ഈ പറഞ്ഞ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി തമ്മിലുള്ള ഫൈറ്റിനെടുക്ക് ഈ തൊപ്പിയെ കാണാന്നിട്ടൊരു ചങ്ങായി കഴുത്തിൽ തൊപ്പിയുടെ ഫോട്ടോ ഒക്കെ തൂക്കിയിട്ട് പോയിരുന്നു. ഒരു തരം പ്രഹസന ജന്തു. കാരണം എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം, നാലാൾ അറിയണം, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയാണ് ലോകം. അത് കുപ്രസിദ്ധിയായാലും പ്രസിദ്ധിയായാലും അറിയപ്പെട്ടാൽ മതി, വൈറലായാൽ മതി എന്ന ചിന്തയിൽ മാത്രം. അവസാനം അവിടെ എത്തിയപ്പോൾ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നും നിങ്ങൾ കുടുംബത്തിലൊക്കെ നാണക്കളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു. ഇവർക്ക് തമ്മിൽ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടായപ്പോൾ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പറയുന്ന വ്യക്തിയെ മറുവശത്തുള്ള ആൾക്കാർ പൈസ കൊടുത്തിട്ട് അവരോട് വെച്ചിട്ട് ഈ പറയുന്ന തൊപ്പിക്കെതിരെ സംസാരിപ്പിക്കുക. ഇവർക്ക് ഒന്നും പ്രശ്നമില്ല, അവർ ഉളുപ്പില്ലാണ്ട് ആ ഭാഷ ചേർന്നിട്ട് ഇവർക്കെതിരെ സംസാരിക്കുക. അപ്പൊ ഇതൊക്കെ കാണുന്ന ഒരു പ്രേക്ഷകർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഇപ്പൊ തൊപ്പിനെ അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മറുവശത്തുള്ളവനെതിരെ തെറി വിളിക്കുന്ന കമന്റ്സ്, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തൊപ്പിന്റെ ആൾക്കെതിരെ തെറി വിളിക്കുന്ന കമന്റ്സ്, സപ്പോർട്ടേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക ലൈവിൽ വരുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇതേപോലെയുള്ള ഒരു വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്കാണ് പുതിയ സമൂഹത്തിൽപ്പെട്ട പലരും ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ജീവിക്കുന്ന ഒരു പുതിയ തലമുറ മാറിപ്പോകുന്നത് എന്ന ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനിതൊക്കെ വീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് എന്റെ കൺമുള്ളിൽ വരുന്ന എല്ലാ റീൽസായാലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ലോകത്തു നിന്നും ഫേസ്ബുക്ക് എന്ന് പറയുന്ന ലോകം രണ്ട് തന്നെയാണ്. ഫേസ്ബുക്കിൽ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും അവിടെ ഒരുപാട് നമ്മുടെ രാജ്യവുമായി ലോകവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന നമ്മൾ ചുറ്റിലും നടക്കുന്ന പലതിനെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ലോകത്ത് ഈ മൂക്കിലെ രാജ്യത്തെ മുറിമൊക്കെ രാജവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്ളോഗർമാരെ ഫാനായിട്ട് മാറുക, എന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടി മറ്റുള്ളവരെ തെരുവിളിക്കുക, ഈ ഒരു രൂപത്തിലേക്ക് മാത്രം ഇവരുടെ യുക്തി ചുരുങ്ങി പോവുക. ഇവർ തന്നെ ചെയ്ത ലൈവ് പോലും ഈ പറയുന്ന വോട്ട് ജോലിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. അപ്പം അവരിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നതൊക്കെ ഇതൊക്കെ അറിയുന്നവരും ഇതൊക്കെ മനസ്സിലാക്കുന്നവരും പറഞ്ഞു കേട്ടല്ലോ. നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത ഒരാളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നതുകൊണ്ട്. പെടുന്നവരാരും അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ലോകത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന, അതിൽ മാത്രം തന്റെ യുക്തി പരിമിതപ്പെടുത്തി മൂടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഇവരുടെ തലമുറയിലെ ന്യൂ ജനറേഷനും. മറ്റുള്ളവർക്ക് തന്ത വൈബാണ്. അപ്പം ഇങ്ങനെയാണോ നമ്മുടെ മക്കൾ വളരേണ്ടത്? ഇങ്ങനെയാണോ ഒരു പുതിയ തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് നിങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കൾ കാണുന്ന വീഡിയോസ് എന്താണെന്നും അവർ യൂട്യൂബിൽ ആരെയാണ് ഫോളോ ചെയ്യുന്നതെന്നും ആ ഫോളോ ചെയ്യുന്ന ആൾക്കാരിലൂടെ ഇവർ എന്താണ് പഠിക്കുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞോട് നിർത്തുന്നു.